ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം എന്ന TV ഷോയിൽ അത്യപൂർവമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഇതേമാതിരി ഒരു സംഭവം നടന്നിരുന്നു, എന്നാൽ അത് വലിയ രീതിയിൽ വൈറലായിരുന്നു. എന്നാൽ ഇത്തവണ ഈ സംഭവം ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അത്യപൂർവമായ ഒരു സംഭവമാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു സംഭവം. സ്വകാര്യ ഭാഗത്ത് കൈ കടത്തിയതിനു ശേഷം ചില പ്രവർത്തികൾ ചെയ്യുന്ന ഒരു പ്രമുഖ മത്സരാർത്ഥി. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ മത്സരാർത്ഥി കിച്ചണിൽ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ താൻ മൂക്കള പിടിഞ്ഞ് ചായയിൽ ഒഴിച്ചെന്നും പറഞ്ഞ് ആ ചായ സഹ മത്സരാർത്ഥിക്ക് കൊടുത്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ആ ഒരു വീഡിയോ കാണിക്കുകയും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ട്രോളുകളും ബീമുകളും ഒക്കെ ഇപ്പോഴും നിലയ്ക്കാതെ ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ മത്സരാർത്ഥി. എന്നാൽ അതിലും മാരകമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളത്തിൽ നടന്നു. അതായത് നമുക്കറിയാം, ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ജിസേൽ ഈ പറഞ്ഞ മേക്കപ്പുമായി ബന്ധപ്പെട്ട്, എന്നാലും അവർക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടും ഹൗസിനുള്ളിലുള്ള മിക്ക പകയന്മാരും ഈ ഒരു സൗന്ദര്യ ധാമത്തിനടിപ്പെട്ട് ഓളിൽ മുഴുകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ജനങ്ങളുടെയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ജിസേലിനുണ്ട്. ജിസേല് അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള, അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഉപ്പ് നോക്കുന്ന, അതായത് കറിയിൽ ഉപ്പ് നോക്കുന്ന സീൻ, തവി കൊണ്ട് എടുത്ത് സ്വന്തം വായിൽ വെച്ച് ഉപ്പ് നോക്കുന്നു. അതിനുശേഷം മറ്റൊരു പകയൻ നെവിൻ അവിടെ നിന്ന് അവൻ കയ്യിൽ വെച്ച് ഉപ്പ് നോക്കുന്നു. ആ സീൻ നിങ്ങളൊന്ന് കാണുക. ഈ ഒരു സീൻ ചെറിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ആ ഒരു സീൻ അതൊന്ന് കാണുക. അതായത് ജിസേൽ ചപ്പാത്തിക്ക് ബോൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ബോൾ കുഴയ്ക്കുന്നതിനിടയിൽ ഒരു ബോൾ കുഴച്ചതിന് ശേഷം തന്റെ സ്വകാര്യ ഭാഗത്ത് കഷത്തിനകത്തേക്ക് കൊണ്ടുപോയി ഒരു പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും പുറത്തേക്കെടുത്ത് ബോൾ ഉരുട്ടി ഒരു ഭാഗത്ത് മാറ്റി വെക്കുന്നു. ഒന്ന് ആലോചിച്ച് വെക്കുക, എന്താണ് ജിസേൽ അവിടെ ചെയ്തത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായില്ല. ലാലേട്ടൻ എടുത്തു വെച്ചതിനെ കുറിച്ച് ചോദിച്ചില്ല. ആരും ഒന്നും പറഞ്ഞില്ല. ആർക്കും ഒരു പരാതിയില്ല. ഹൗസിനുള്ളിലുള്ളവർക്ക് ഒരു പരാതിയില്ല. ഇന്നോൾ കഷത്ത് വെച്ച് നാളെ ഓൾ എവിടെയായിരിക്കും ചപ്പാത്തിയുടെ മാവ് വെക്കാൻ പോവുക നമുക്കറിയില്ല. പക്ഷെ മോഡൽ ആയതുകൊണ്ട് അവിടെയുള്ള ഹിമാറുകൾക്ക് ഓൾ എവിടെ വെച്ചാലും ടേസ്റ്റ് ഇമ്മിണി കൂടിയെന്നുള്ള ഭാവത്തിലാണ് ചപ്പാത്തി കഴിക്കുന്നത്. എനിവേ, ആ ഒരു ബോള് ചപ്പാത്തി അവിടെ മാറ്റി വെച്ച് എന്താണെന്ന് പിടി കിട്ടുന്നില്ല. അതിനി മറ്റാർക്കെങ്കിലും വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന ചപ്പാത്തി ആണോ? അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ വന്നിരിക്കുന്ന 10-17 ആളുകളിൽ 16 ആളുകളും എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്കൊരു വിഷയമല്ല. ഓലിക്ക് വലിയ സെലിബ്രിറ്റി പരിവേഷം ഒന്നുള്ള പയ്യന്മാരൊന്നും അതിന്റെ അകത്തില്ല. എന്നാൽ അവിടെയുള്ള മറ്റൊരു താരം സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ, സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന, സോഷ്യൽ മീഡിയയുടെ കണ്ണിലുണ്ണിയായിരുന്ന ആ ഒരു പ്രമുഖ താരം, അതേ പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും എയർ ഹോസ്റ്റസും നഴ്സും എഞ്ചിനീയറും വ്ളോഗറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞ രേണുസുതി എന്ന് പറയുന്ന ആ പ്രമുഖ നടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ആ ഒരു താരം അവിടെ നിൽക്കുമ്പോൾ ഈ രീതിയിലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക. ആരവരെ സംരക്ഷിക്കും? ഈ ഒരു താരത്തെ ആര് സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? ഒന്ന് ഞാൻ പറയാം, ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. ആര് സംരക്ഷിക്കും? പറയടോ താനൊക്കെ പറ. താങ്ക് യു. സോ തീർച്ചയായും വീണ്ടും പറയുന്നു, ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജിസേൽ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥിയുടെ പ്രിവിലേജ് എടുത്തു കളഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഈ രീതിയിൽ ചപ്പാത്തി പരത്തി ഇന്നിവൾ കഷത്തിൽ വെച്ച് നാളെ ഓൾ എവിടെല്ലാം വെച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വീക്കെൻഡിൽ ലാലേട്ടൻ എന്തുകൊണ്ട് ഇത് കണ്ടില്ലെന്ന് നടിച്ചു. തീർച്ചയായും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു അനാസ്ഥയായി ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് ഒരു സംഭവം ഉണ്ടായില്ല. ഈ പറഞ്ഞ കണക്ക് ശൈത്യ സേവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. ശൈത്യ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത ആഴ്ച മറ്റേ ശാരീരിക മാഡത്തേക്ക് സേവ് ചെയ്യാൻ വേണ്ടി 50 ദിവസം വരെ ശാരീരിക മാഡത്തേക്ക് നിർത്താൻ വേണ്ടി
ഈ പറഞ്ഞ ശൈത്യ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശൈത്യ, കലാഭവൻ സരിക, റണ ഫാത്തിമ, അങ്ങനെ 2-3 ആഴ്ചത്തേക്കുള്ള സാധനം അവിടെ റെഡി. അവരെ എങ്ങനെ നിരത്തി തീർത്തേക്കാണ്, നേർച്ചക്കൊഴിന്റെ മാതിരി. അങ്ങനെ 9 എണ്ണായിട്ട് കുട്ടികളെ വിടാനുള്ള പ്ലാനിങ്ങിലാണുള്ളത്. പ്രധാനമായും കണ്ടന്റ് തരുമെന്ന പ്രതീക്ഷയിൽ കൊണ്ടുപോയ രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരം അവിടെ ഉണ്ടോ എന്ന് വലിയ ടോർച്ചടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നായം പോലെ കാണുന്നുണ്ട്. എന്നാൽ രേണുസുതിയുടെ ആർമയ്ക്ക് ഏറെ സന്തോഷിക്കാനുള്ള മറ്റൊരു വാർത്ത, അത് മറ്റൊന്നുമല്ല, രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ച് മുന്നോട്ട് വന്ന ഒരു പ്രമുഖ താരം മറ്റാരുമല്ല, നമുക്കറിയാം രേണുസുതിക്കെതിരെയും തങ്കപ്പൻ ചേട്ടനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താജ് കെ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ മിമിക്രി താരം, പഴയ മിമിക്രി താരവും സർക്കാർ ഉദ്യോഗസ്ഥനും എത്തിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനെതിരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. എന്താണത്? വരട്ടെ. നമസ്കാരം. പത്തനംതിട്ട ഐരി ഗ്രാമപഞ്ചായത്ത് ഹെഡ്ക്വാർട്ടർ ആയ കെ എ താജുദ്ദീന്റെ വികലാംഗത്വം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് ഡൽഹി കോടതിയിലേക്ക്. അപകടം മൂലമുണ്ടായ വികലാംഗത്വം ലോക്കോമോട്ടോർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് പത്തനംതിട്ട കുണ്ടല കെ എ താജുദ്ദീൻ പഞ്ചായത്ത് ക്ലർക്ക് ജോലി തട്ടിയെടുത്തായി പരാതി. താജുദ്ദീൻ ഉപയോഗിക്കുന്ന വാഹനം ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തിയതല്ല. ഈ വാഹനം സ്വയം ഓടിച്ചാണ് അദ്ദേഹം ജോലിക്കായി പഞ്ചായത്തിലെത്തുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസും ഭിന്നശേഷിക്കാരുടേതിന് സമാനമല്ല. ജോലി ലഭിക്കുന്നതിന് മാത്രമാണ് സർട്ടിഫിക്കറ്റ് തരപ്പെടുകയെന്ന് സംശയിക്കപ്പെടുന്നു. അദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ ജോലിയിൽ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്ന് ശിക്ഷാ നടപടികൾ നേരിട്ട് വ്യക്തിയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു താജ് കെ എന്ന് പറയുന്ന ഈ ഒരു താജുദ്ദീൻ. അദ്ദേഹത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഇത് എത്രത്തോളം സത്യമെന്നറിയില്ല. ഒന്നുകിൽ ഇത് വ്യാജ വെളിപ്പെടുത്തലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ തങ്കപ്പൻ ചേട്ടനോട് ചെയ്ത ക്രൂരതയുടെ ശാപമായിരിക്കാം, അതല്ലെങ്കിൽ തങ്കപ്പൻ ചേട്ടന്റെ ഗുണ്ടകൾ, അല്ലെങ്കിൽ നോബൽ തിരുമേനിയുടെ വീട്ടിൽ പോയ കൊട്ടേഷൻ സംഘങ്ങളുടെ പണിയായിരിക്കാം, അല്ലെങ്കിൽ രേണുസുതി ആർമിയുടെ ഒരു കുതന്ത്രമായിരിക്കാം. എനിവേ, താജിക്കയ്ക്ക് 8ന്റെ പണി കിട്ടിയേക്കുമെന്നുള്ള സൂചനകളാണ്. ഒരുപക്ഷെ ഇത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി പോലും പോയേക്കാം. അല്ല, വേറെന്തൊക്കെയാണ് ആ പയ്യൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? കേക്കട്ടെ. മാത്രമല്ല, താജുദ്ദീൻ സമൂഹ മാധ്യമങ്ങൾ വഴി മനുഷ്യാവകാശ സേന പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ കുടുംബം, മരിച്ചുപോയ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുധിയുടെ ഭാര്യ കുടുംബം എന്നിവരെ ആക്ഷേപിച്ചിട്ടുള്ളതും. ഇതിനെതിരെ ഇദ്ദേഹം ഉൾപ്പെടെ 6 പേർക്കെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ കൈക്കൊണ്ടിട്ടുള്ളതുമാണ്. സർവീസ് സംഘടനകളും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. താജുദ്ദീനെതിരെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, വിജിലൻസ് ഡയറക്ടർ എന്നിവർക്ക് മനുഷ്യാവകാശ സേന പരാതി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയതിനാൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് മനുഷ്യാവകാശ സേന ചെയർമാൻ ഷാജി ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് പ്രമുഖ താരമായ താജിക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ രേണുസുതിയുടെ കുടുംബത്തെ ആക്രമിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയെന്നും പറയുന്നു. അതാരായിരിക്കും പരാതി നൽകിയത്? തങ്കപ്പൻ ചേട്ടനായിരിക്കും. എന്നാൽ ഈ ഒരു വാർത്ത രേണുസുതി ആർമിയെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു സന്തോഷം പങ്കിടാനും ഒപ്പം തന്നെ ഈ ഒരു വാർത്ത കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പ്രമുഖ വ്യക്തികൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനും വരട്ടെ. ഇതിന്റെ എന്താ പറഞ്ഞ ഞാൻ ഉള്ളുകൊണ്ട് പറയാ, പറഞ്ഞു പോയതല്ല. വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. എനിവേ, രേണുസുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തിന്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരു വകയാണ്. അവിടെ പ്രത്യേകിച്ച് കളിയൊന്നും കളിച്ചില്ലെങ്കിൽ പുറത്ത് സന്തോഷിക്കാൻ വേണ്ടി ഒരു വക വന്നിരിക്കുന്നു. എനിവേ, തീർച്ചയായും ഈ 2 കാര്യങ്ങളെ കുറിച്ച്, ഒന്ന് ജിസലിന്റെ ഈ പറഞ്ഞ കശത്ത് വെച്ചുള്ള ചപ്പാത്തി പരത്തലിനെ കുറിച്ചും ഒപ്പം തന്നെ രേണുസുതിയുമായി ബന്ധപ്പെട്ട താജിക്കെതിരെയുള്ള വെളിപ്പെടുത്തലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.